ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം രാജ്യത്ത് ഊർജിതമായി. ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് റോഡ് ഷോ നടത്തി. സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട്. പുതുതായി വിജ്ഞാപനം ചെയ്ത പൌരത്വ ഭേദഗതി ചട്ടങ്ങൾ 2024 സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്വിസ് ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതം. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 27 വരെയാണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 28-ന് നടക്കും. പത്രികകൾ 30 വരെ പിൻവലിക്കാം. ബീഹാറിൽ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി 20 വരെയും സൂക്ഷ്മ പരിശോധന 30-നുമാണ്. ഏപ്രിൽ 19-നാണ് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് റോഡ് ഷോ നടത്തി. രാവിലെ 10:30 മണിയോടെ കോട്ടമൈതാനത്തിന് സമീപത്തുള്ള അഞ്ചുവിളക്കലിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. റോഡ് ഷോ സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം അവസാനിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന വാഹനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാലക്കാട് പൊന്നാനി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യ പ്രചാരണ പരിപാടിയായിരുന്നു ഇത്. പാലക്കാട്ടെ റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി സേലത്തേക്ക് യാത്ര തിരിച്ചു. തലസ്ഥാന ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തുകയാണ്. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ രാവിലെ ഇടപ്പഴഞ്ഞി RDR ഹാളിൽ നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വിവിധ സ്ഥാപനങ്ങൾ, തൊഴിൽശാലകൾ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ്. പര്യടനത്തിന്റെ ഭാഗമായി വട്ടിയൂർക്കാവിൽ റോഡ് ഷോയിൽ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ നേമം നിയമസഭാ മണ്ഡലം സന്ദർശിച്ചു. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ, കൊച്ചുവേളി ചർച്ച് എന്നിവ അദ്ദേഹം സന്ദർശിക്കും. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം വെസ്റ്റ് നിയമസഭാ മണ്ഡലവും അദ്ദേഹം സന്ദർശിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ അടുത്ത മാസം 26-ന് രണ്ടാം ഘട്ടത്തിലാണ് പോളിംഗ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 28-ന് പുറപ്പെടുവിക്കും. അടുത്ത മാസം 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5-നാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. പൊതു തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കാസർഗോഡ് ജില്ലയിൽ മുന്നണികളുടെ പ്രചാരണം ശക്തമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. പൊതുതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കാസർഗോഡ് ജില്ലയിൽ UDFും LDFും പ്രചരണം ശക്തമാക്കി. പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചുമുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പര്യടന പരിപാടികളും ആരംഭിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളായ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി എന്നിവിടങ്ങളിൽ ഇതിനകം ഒരു വട്ടം സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തുന്ന റോഡ് ഷോകളിലെ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. ഇരു മുന്നണികളും ശക്തമായ പ്രചരണം നടത്തുമ്പോഴും വാശിയേറിയ ത്രികോണ മത്സരമാണ് കാസർഗോഡ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് ഈ മാസം 25 വരെ പേര് ചേർക്കാൻ അവസരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുൻപ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഏപ്രിൽ 19 മുതൽ 5 ഘട്ടങ്ങളിലായി ജമ്മുകശ്മീരിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സുഗമമായി സംഘടിപ്പിക്കുന്നതിന് വിവിധ ബറ്റാലിയനുകളിൽ നിന്നുള്ള പോലീസിനെ ജമ്മുകശ്മീർ ഭരണകൂടം അണിനിരത്തും. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ജമ്മുകശ്മീരിലെ 635 കമ്പനി അർദ്ധസൈനിക സേനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ട്. പുതുതായി വിജ്ഞാപനം ചെയ്ത പൌരത്വ ഭേദഗതി ചട്ടങ്ങൾ 2024 സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ കേരള സർക്കാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ നിരവധി ഹർജിക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു.
ഝാർഖണ്ഡ് ഗവർണർ CP രാധാകൃഷ്ണന് തെലങ്കാന ഗവർണറുടെയും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുടെയും അധിക ചുമതല നൽകി. ഡോക്ടർ തമിഴിസൈ സൌന്ദരരാജന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചതിന് പിന്നാലെയാണ് നിയമനം. ഇന്നലെ തെലങ്കാന ഗവർണർ സ്ഥാനവും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനവും ഡോക്ടർ സൌന്ദരരാജൻ രാജിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ തമിഴിസൈ സൌന്ദരരാജൻ മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. തട്ടിക്കൊണ്ടുപോയ ബൾഗേറിയൻ കപ്പലിൽ രക്ഷാപ്രവർത്തനം വിജയകരമായി നടത്തിയതിന് ഇന്ത്യൻ നാവികസേനയോട് നന്ദി അറിയിച്ച് ബൾഗേറിയൻ പ്രസിഡന്റ് റുമെൻ റാദേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ബൾഗേറിയൻ പ്രസിഡന്റിന്റെ സന്ദേശത്തിന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. CRPF ദിനത്തിൽ ജവാന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. രാജ്യത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്തവർക്ക് പ്രണാമം അർപ്പിക്കുന്നതായും അദ്ദേഹം എക്സ് പോസ്റ്റിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിലോറിയിൽ പോലീസ് 4 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചു. CRPFന്റെ ദ്രുതകർമ്മസേനയും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തവെ മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് US പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. 2 മന്ത്രിമാരും ഉഭയകക്ഷി പ്രാദേശിക സുരക്ഷ, പ്രതിരോധ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഹ്രസ്വമായി ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സ്വിസ് ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ ബാസ്ലയിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ മലേഷ്യയുടെ ലിയോങ് ജുൻ ഹാവോയെയും കിഡംബി ശ്രീകാന്ത് തായ്വാന്റെ വാങ്ചുവുയെയും നേരിടും. ഏപ്രിൽ 6-ന് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ആരംഭിക്കുന്ന ഹോക്കി ടൂർണമെന്റിന് 27 അംഗ ഇന്ത്യൻ പുരുഷ ടീമിനെ പ്രഖ്യാപിച്ചു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഹർമൻപ്രീത് സിംഗാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ശബരിമലയിൽ 4ാം ഉത്സവ ദിനമായ ഇന്ന് ഉത്സവ ബലി ചടങ്ങുകൾ നടന്നു. നാളെ മുതൽ വിളക്കെഴുന്നള്ളിപ്പ് നടക്കും. പൈങ്കുനി ഉത്രം നാളായ 25-ന് ഉച്ചയ്ക്ക് 11:30-ന് പമ്പയിൽ ആറാട്ട് നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. സന്നിധാനത്ത് പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ 4ാം ദിനമായ ഇന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഉച്ചയ്ക്ക് 12-ന് ഉത്സവ ബലി ദർശനം നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ മുതൽ വിളക്കെഴുന്നള്ളിപ്പ് നടക്കും. 24-ന് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ടയും നടക്കും. പൈങ്കുനി ഉത്രം നാളായ 25-ന് ഉച്ചയ്ക്ക് 11:30-ന് അയ്യപ്പസ്വാമിക്ക് പമ്പയിൽ ആറാട്ട് നടക്കും. വൈകിട്ട് 3 വരെ പമ്പയിൽ ദർശനത്തിനും പറ വഴിപാടിനും അവസരമുണ്ട്. അന്ന് രാവിലെ സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയ ശേഷം കൊടിയിറക്കി പൂജകൾ പൂർത്തിയാക്കും. ചടങ്ങുകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. അമ്പലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞു. പുറക്കാട് മുതൽ പഴയങ്ങാടി വരെയാണ് കടൽ ഉൾവലിഞ്ഞത്. നിരവധി വള്ളങ്ങൾ ചെളിയിൽ താഴ്ന്നു. ഇന്ന് പുലർച്ചെ മുതലാണ് തീരത്ത് ഈ പ്രതിഭാസമുണ്ടായത്. പുറക്കാട് മുതൽ തെക്ക് വടക്ക് ഭാഗങ്ങളിലായി 2 കിലോമീറ്ററോളമാണ് കടൽ ഉൾവലിഞ്ഞത്. ഈ ഭാഗങ്ങളിൽ 25 മീറ്ററോളം തീരത്ത് ചെളി രൂപപ്പെട്ടു. വേലിയേറ്റത്തിന്റെ ഭാഗമായി വർഷത്തിലൊരിക്കൽ ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ടെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ. സ്വർണ്ണവിലയിൽ വർധന. പവന് 360 രൂപ കൂടി 48,640 രൂപയും ഗ്രാമിന് 45 രൂപ കൂടി 6,080 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കടൽ മത്സ്യ ഇനങ്ങളുടെ ചിത്രങ്ങൾ അടങ്ങുന്ന സമ്പൂർണ്ണ വിവരശേഖരണത്തിന് കൊച്ചിയിലെ സെൻട്രൽ മറീൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മർലിൻ @CMFRI എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം രാജ്യത്ത് ഊർജിതമായി. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് റോഡ് ഷോ നടത്തി. സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട്. പുതുതായി വിജ്ഞാപനം ചെയ്ത പൌരത്വ ഭേദഗതി ചട്ടങ്ങൾ 2024 സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്വിസ് ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ ബാസ്ലയിൽ തുടക്കമാകും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.